നമസ്കാരം. ന്യൂസ് ടൈം ആരംഭിക്കുന്നു. ആദ്യം തലക്കെട്ടുകൾ. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ. എറിയാട് തീരദേശ ഹൈവേ സമരത്തിൽ നിലപാട് കടുപ്പിച്ച് സർവകക്ഷി യോഗം. മുനക്കൽ കടപ്പുറത്ത് വിപുലമായ യോഗവും അനിശ്ചിതകാല ധർണയും ആരംഭിക്കുമെന്നും യോഗത്തിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ ഓപ്പറേഷൻ ഡി ഹണ്ടിൽ 2 ആഴ്ചയിൽ പിടിയിലായത് 4228 പേർ. ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റിലായത് കൊച്ചിയിൽ നിന്ന്. രണ്ടാമത് തൃശൂർ. വാർത്തകൾ വിശദമായി. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. കൊച്ചിൻ ദേവസ്വം കമ്മീഷണറും കൂടൽമാണിക്യം എക്സിക്യൂട്ടീവ് ഓഫീസറും അന്വേഷണം നടത്തി 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ അംഗം വി ഗീത ആവശ്യപ്പെട്ടു. ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡ് നടത്തിയ പരീക്ഷ ജയിച്ച് കഴകം തസ്തികയിൽ നിയമിതനായ പിന്നാക്ക സമുദായക്കാരനെ തന്ത്രിമാരുടെ പ്രതിഷേധത്തെ തുടർന്ന് ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയ സംഭവത്തിലാണ് കമ്മീഷൻ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ കേസെടുത്തത്. തീരദേശ ഹൈവേ എറിയാട് പഞ്ചായത്തിലും തീരദേശത്തേക്ക് മാറ്റുന്നതുവരെ ശക്തമായ സമരം തുടരുന്നതാണെന്ന് തീരദേശ അവകാശ സർവകക്ഷി യോഗം. തീരദേശത്തുകൂടി ഈ ഹൈവേ വന്നാൽ തീരദേശ വികസനം മാത്രമല്ല, തീരദേശ സുരക്ഷിതത്വം കൂടിയാണ്. മുനക്കൽ കടപ്പുറത്ത് വിപുലമായ യോഗവും അനിശ്ചിതകാല ധർണയും ആരംഭിക്കുമെന്നും യോഗം അറിയിച്ചു. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ തീരദേശത്തുകൂടി നടപ്പിലാക്കുന്ന തീരദേശ ഹൈവേ പാത എറിയാട് പഞ്ചായത്തിൽ അഴീക്കോട് മുതൽ പുതിയ റോഡ് വരെ 4.5 കിലോമീറ്റർ നീളത്തിൽ ടിപ്പു സുൽത്താൻ റോഡിലേക്ക് അലൈൻമെന്റ് മാറ്റിയതിലൂടെ എറിയാട് പഞ്ചായത്തിനുണ്ടാകുന്ന നഷ്ടം ഭീമമാണ്. ഈ അലൈൻമെന്റ് വിഷയത്തിൽ പഞ്ചായത്തിന് മുമ്പിൽ നടന്നുവരുന്ന തീരദേശ ഹൈവേ അവകാശ സംരക്ഷണ സമിതിയുടെ അനിശ്ചിതകാല സായാഹ്ന ധർണ 1 വർഷത്തിനോടടുക്കുകയാണ്. ഈ സമരം ആരംഭിച്ചതുമൂലം ഒട്ടനവധി കാര്യങ്ങളിൽ സർക്കാരിന് പുനരാലോചിക്കേണ്ടി വന്നിട്ടുണ്ട്. എങ്കിലും സമരവുമായി മുന്നോട്ടു പോകുവാനുള്ള കാരണം തീരദേശ ഹൈവേ തീരദേശ നിവാസികളുടെ അവകാശമാണ്. തീരദേശത്തുകൂടി ഈ ഹൈവേ വന്നാൽ തീരദേശ വികസനം മാത്രമല്ല, തീരദേശ സുരക്ഷിതത്വം കൂടിയാണ്. കൂടാതെ എറിയാട് പഞ്ചായത്തിന്റെ വികസന മേഖലയെ സംരക്ഷിക്കുവാനും കഴിയും. ഇത് സംബന്ധിച്ച് വിശദമായ പ്രൊജക്ട് റിപ്പോർട്ട് സമരസമിതി കയ്പമംഗലം MLAക്ക് തുടക്കം മുതൽ കൈമാറിയിട്ടുള്ളതാണ്. എന്നാൽ ആയത് പരിഗണിക്കാത്തതിനെ ശക്തമായ പ്രതിഷേധം സർവകക്ഷി യോഗം രേഖപ്പെടുത്തി. ഇപ്പോൾ ജനങ്ങളെയും കോടതിയെയും തെറ്റിദ്ധരിപ്പിച്ച് 18.3 മീറ്ററിൽ 2 ഭാഗത്തും സൈക്കിൾ ട്രാക്കും മറ്റ് സൗകര്യങ്ങളോടെയും നിർമ്മിക്കേണ്ട പാത 15.3 മീറ്ററിൽ റോഡ് ചുരുക്കി ഒരു സൈഡ് മാത്രം സൈക്കിൾ ട്രാക്ക് നിർമ്മിച്ച് നടപ്പിലാക്കാൻ ശ്രമിക്കുന്നത് ഈ പദ്ധതിയെ തന്നെ അട്ടിമറിക്കുന്നതാണ്. ഇതിനെതിരെ ശക്തമായ തുടർ പ്രക്ഷോഭം നടത്തുവാനും അതിനായി വിപുലമായ സംരക്ഷണ സമിതി സർവകക്ഷി യോഗം തീരുമാനിച്ചു. ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരം തുടരുന്നതോടൊപ്പം തീരദേശവാസികളെ മുഴുവൻ ഉൾപ്പെടുത്തി മുനക്കൽ കടപ്പുറത്ത് വിപുലമായ യോഗവും അനിശ്ചിതകാല ധർണയും ആരംഭിക്കും. എറിയാട് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന സർവകക്ഷി യോഗത്തിൽ പ്രസിഡന്റ് AA മുഹമ്മദ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു. ഗാന്ധിയൻ കളക്ടീവ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഇസാബിൽ അബ്ദുൽ കരീം ഉദ്ഘാടനം ചെയ്തു. ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് സക്കീർ ഹുസൈൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. മീഡിയ ടൈം, കൊടുങ്ങല്ലൂർ. സംസ്ഥാനത്തെ ഓപ്പറേഷൻ ഡി ഹണ്ടിൽ 2 ആഴ്ചയിൽ പിടിയിലായത് 4228 പേർ. 4081 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റിലായത് കൊച്ചിയിൽ നിന്നാണ്. രണ്ടാമത് തൃശൂർ. ലഹരിക്കെതിരായ ഓപ്പറേഷൻ ഡി ഹണ്ടിലൂടെ സംസ്ഥാനത്ത് 2 ആഴ്ചയ്ക്കിടെ പിടികൂടിയത് 4228 പേരെ. കഴിഞ്ഞ മാസം 22 മുതൽ ഈ മാസം 8 വരെ നടത്തിയ പരിശോധനയിൽ 4081 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. സംസ്ഥാനത്ത് ലഹരി ഉപയോഗവും അതിക്രമങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിലാണ് കർശന പരിശോധനകളിലേക്ക് പോലീസ് കടന്നത്. ലഹരി ഉൽപ്പന്നങ്ങൾ വിൽക്കുകയും ഉപയോഗിക്കുകയും ചെയ്ത 4228 പേരെയാണ് അറസ്റ്റ് ചെയ്തത്. ഓപ്പറേഷന്റെ ഭാഗമായി 1.434 കിലോഗ്രാം MDMAയും 185.229 കിലോഗ്രാം കഞ്ചാവും പോലീസ് പിടികൂടി. ഓപ്പറേഷൻ ഡി ഹണ്ടിന്റെ ഭാഗമായി നിരോധിത മയക്കുമരുന്ന് വിൽപ്പന സംശയിച്ച് 33,838 പേരെ പരിശോധനയ്ക്ക് വിധേയമാക്കി. ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റിലായത് കൊച്ചിയിൽ നിന്നാണ്. രണ്ടാമത് തൃശൂർ. ADGP മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിൽ റേഞ്ച് അടിസ്ഥാനത്തിലുള്ള
NDPS കോർഡിനേഷൻ സെല്ലും ജില്ലാ പോലീസ് മേധാവിമാരും ചേർന്നാണ് ഓപ്പറേഷൻ ഡി ഹണ്ട് നടപ്പാക്കുന്നത്. മീഡിയ ടൈം, കൊച്ചി. 2020 പാർട്ടിയുടെ നേതൃത്വത്തിൽ മാളയിൽ ക്ഷീര കർഷക സംഗമം സംഘടിപ്പിച്ചു. മാള വ്യാപാര ഭവനിൽ നടന്ന സംഗമം 2020 സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പർ ചാർലി പോൾ ഉദ്ഘാടനം ചെയ്തു. 2020 എന്ന് പറയുന്ന രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇതിന്റെ പുറകിലുള്ളത്. ഇപ്പം ചിലർ നേരത്തെ പറഞ്ഞ പോലെ നിരുത്സാഹപ്പെടുത്തും. നിങ്ങൾ ഇവിടെ ഇരിക്കുന്നവരെ കോൺഗ്രസ്സുകാർ കാണാം, കമ്മ്യൂണിസ്റ്റുകാർ കാണാം, അല്ലെങ്കിൽ ജനതാ പാർട്ടിയിലെ കേരള കോൺഗ്രസിലുള്ളവരെ കാണാം. നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ടിയിൽ തന്നെ തുടരാം, അതിനകത്തൊന്നും തെറ്റില്ല. പക്ഷെ പിന്നീട് 2020 കുറിച്ച് മനസ്സിലാക്കുമ്പോൾ ഇതിനകത്ത് ചേരണമെങ്കിൽ അതിനും അവസരവും. ഇപ്പൊ ആരെങ്കിലും ക്ഷീരകർഷകരുടെ കാര്യത്തിൽ താല്പര്യം കാണിച്ച് മുന്നോട്ട് വരണ്ടേ? ഇപ്പൊ കേരളത്തിൽ ക്ഷീരകർഷകരുടെ കാര്യത്തിൽ ഏറ്റവും അധികം താല്പര്യം എടുത്ത് രംഗത്ത് വരുന്ന ഒരു പ്രസ്ഥാനമാണ് 2020. പറയിസാറാണ് അതിന് നേരത്തെ കൊടുക്കുന്നത്. പാർട്ടിയുടെ തന്നെ പുത്തൻചിറയില്, അന്നമനടയില്, മാളയിൽ, മാളയിൽ നടക്കുന്നു, നീലിശ്ശേരത്ത് നടന്നു, കാളിയിൽ കഴിഞ്ഞ ദിവസം നടന്നു. അങ്ങനെ വ്യാപകമായ തോതിൽ 10-15 സ്ഥലങ്ങളിൽ നമ്മുടെ പഞ്ചായത്തുകളിൽ ക്ഷീരകർഷകർക്കായിട്ടുള്ള സമ്മേളനങ്ങൾ നമ്മൾ സംഘടിപ്പിച്ചു കഴിഞ്ഞു. ഏറ്റവും അടുത്ത നാളുകളിൽ 1000 പേരെ പങ്കെടുപ്പിച്ചുകൊണ്ട് ക്ഷീരകർഷകരുടെ വലിയൊരു കൺവെൻഷൻ നടത്താനാണ് പാർട്ടി ഉദ്ദേശിക്കുന്നത്. അങ്കമാലി നിയോജക മണ്ഡലം പ്രസിഡന്റ് വർഗീസ് ജോർജ് അധ്യക്ഷത വഹിച്ചു. ബെന്നി ജോസഫ്, KM ജോൺ, സണ്ണി ഗോപുരൻ, ഹരിശങ്കർ, ലിസി ഡേവിസ്, സണ്ണി പള്ളിപ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ അഴീക്കോട് ലോറിയിൽ കയറ്റി കൊണ്ടുപോവുകയായിരുന്ന ഡമ്മി മൃഗങ്ങൾക്ക് തീ പിടിച്ചു. ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീയണച്ചു. അഴീക്കോട് മുനക്കൽ ബീച്ച് ഫെസ്റ്റിവലിൽ പ്രദർശിപ്പിക്കുന്നതിനായി എത്തിച്ച മൃഗങ്ങളുടെ വലിയ രൂപങ്ങൾ തിരികെ കൊണ്ടുപോകുന്നതിനിടയിലായിരുന്നു സംഭവം. അഴീക്കോട് പുത്തൻപള്ളി ബീച്ച് റോഡിൽ കപ്പൽ ബസാറിന് സമീപം വൈദ്യുതി ലൈനിൽ തട്ടിയാണ് തീപിടുത്തമുണ്ടായത്. കൊടുങ്ങല്ലൂർ ശ്രീകുരുമ്പ ഭഗവതി ക്ഷേത്രത്തിലെ മീനഭരണിയോടനുബന്ധിച്ച് കഴിഞ്ഞ 12 വർഷമായി സേവാഭാരതി അന്നദാന യജ്ഞ സമിതിയുടെ നേതൃത്വത്തിൽ നടത്തിവരുന്ന സൗജന്യ മെഡിക്കൽ ക്യാമ്പ്, ഇൻഫർമേഷൻ, ആംബുലൻസ് സൗകര്യം, കുടിവെള്ള വിതരണം, അന്നദാനം എന്നീ സേവന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി പ്രവർത്തിക്കുന്ന കൊടുങ്ങല്ലൂരിലെ അമ്മമാരുടെ നേതൃത്വത്തിൽ മാതൃസംഗമം സംഘടിപ്പിച്ചു. കൊടുങ്ങല്ലൂർ പണിക്കേഴ്സ് ഹാളിൽ നടന്ന ചടങ്ങിൽ ശൃംഗപുരം വിവേകാനന്ദ കേന്ദ്ര വേദിക് വിഷൻ ഫൗണ്ടേഷൻ ഡയറക്ടർ ഡോക്ടർ M. ലക്ഷ്മി കുമാരി അധ്യക്ഷത വഹിച്ചു. അന്നദാന യജ്ഞസമിതി ചെയർമാൻ പ്രൊഫസർ നാരായണൻകുട്ടി മേനോൻ മാതൃസംഗമം ഉദ്ഘാടനം ചെയ്തു. വിദ്യാസമസ്താസ്തവ ദേവി ഭേദ സ്ത്രീയ സമസ്ത സകല ജഗത്സു എന്ന് ദേവി മഹാത്മ്യത്തിൽ പറയുന്നുണ്ട്. എല്ലാ വിദ്യകളും അമ്മയുടെ ഭാവങ്ങളാണ്, ഭാവഭേദങ്ങളാണ്. എല്ലാ നാരികളും ജഗദംബയാണ് എന്ന് ലോകത്തോട് പ്രഖ്യാപിച്ച വരിഷ്ഠമായ ഒരു മണ്ണാണ് ഭാരതം. അതുകൊണ്ടാണ് ആരാധ്യയായ ദിതി നേരത്തെ പറഞ്ഞത്, ഭാരതം മരിച്ചാൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് സ്വാമി വിവേകാനന്ദൻ പറഞ്ഞു. ഇഫ് ഇന്ത്യ ഈസ് എക്സ്റ്റിങ്ക്ട്, ഓൾ സ്പിരിച്വാലിറ്റി വിൽ ബി എക്സ്റ്റിങ്ക്ട്. Lust and luxury will reign and the world will witness human sacrifice. മനുഷ്യാത്മാവിൻ്റെ നഗ്നമായ കുരുതിക്ക് ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരും. പിന്നെ അവിടെ പണവും കാമവും ഒക്കെ നഗ്നമായി നടമാടും. ലോകത്തിൽ നിന്ന് എല്ലാ ആത്മീയതയും എല്ലാ നന്മയും പോയി പോവും ഭാരതം മരിച്ചാൽ. അതുകൊണ്ട് ഭാരതം മരിക്കരുത്. ഭാരതം മരിക്കാതിരിക്കണമെങ്കിലോ ഭാരതം ജീവിക്കുന്നത് അമ്മമാരുടെ ശക്തിയിലാണെന്ന് വിവേകാനന്ദ സ്വാമിജി എത്രയോ തവണ ആവർത്തിച്ചിട്ടുണ്ട്. കവിയും പ്രഭാഷകനുമായ കിള്ളിക്കുറിശ്ശിമംഗലം സുരേഷ് ബാബു മുഖ്യപ്രഭാഷണം നടത്തി. സമിത ശിവദാസ്, ഷീല, പത്മ വിവേകാനന്ദൻ എന്നിവർ സംസാരിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. കൂടൽമാണിക്യം ക്ഷേത്രത്തിലെ ജാതി വിവേചനത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് അന്വേഷണത്തിന് ഉത്തരവിട്ടു. 2 ആഴ്ചയ്ക്കകം റിപ്പോർട്ട് നൽകണമെന്ന് കമ്മീഷൻ. എറിയാട് തീരദേശ ഹൈവേ സമരത്തിൽ നിലപാട് കടുപ്പിച്ച് സർവകക്ഷി യോഗം. മുനക്കൽ കടപ്പുറത്ത് വിപുലമായ യോഗവും അനിശ്ചിതകാല ധർണയും ആരംഭിക്കുമെന്നും യോഗത്തിന്റെ മുന്നറിയിപ്പ്. സംസ്ഥാനത്തെ ഓപ്പറേഷൻ ഡി ഹണ്ടിൽ 2 ആഴ്ചയിൽ പിടിയിലായത് 4228 പേർ. ഏറ്റവും കൂടുതൽ ആളുകൾ അറസ്റ്റിലായത് കൊച്ചിയിൽ നിന്ന്, രണ്ടാമത് തൃശൂർ. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.